ഹായ്, നമസ്കാരം. മസ്താനി മസ്താനി എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? സീരിയസ്ലി മാൻ, എന്താണ് മസ്താനി ചെയ്യുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ആവോ മസ്താനിക്ക്? ഈ സ്ട്രാറ്റജി എന്നൊക്കെ പറയുമല്ലോ, ഗംഭീര സ്ട്രാറ്റജിയൊക്കെ ഇട്ട് എന്തോ വലിയ സംഭവമായി എന്നൊക്കെയാണെന്ന് തോന്നുന്നു മസ്താനിയുടെ വിചാരം. എന്ത് മാങ്ങാത്തുലിയാണെന്നുണ്ടെങ്കിലും മഹാ അലമ്പാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആസ് എ കണ്ടസ്റ്റൻ്റ് അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അലമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമായിരിക്കും, ഒട്ടുമിക്ക ആളുകൾക്കും സെയിം അഭിപ്രായമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം എന്ന് പോലും പറയുന്നത് ശരിയല്ല. വൃത്തിയായിട്ടൊരു അപ്രോച്ചാണ് അവർ അതിൻ്റെ അകത്ത് നടത്തുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി ചെന്നതല്ലേ, അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത് നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാനല്ലേ ശ്രമിക്കേണ്ടത്, ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഈ വെളിയിൽ നിന്ന് കുറേ ലൈവും കണ്ട് എപ്പിസോഡും കണ്ട് കുറേ ആളുകളുടെ എന്തൊക്കെയോ ട്രോളും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് അതിനനുസരിച്ചിട്ടൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ മസ്താനി ബുദ്ധി ഒന്നും കൂടി ഒന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മസ്താനി ഇതേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്നും ആരെങ്കിലും പിടിച്ചിട്ട് മസ്താനിനെ എയറിൽ കയറ്റും. വെളിയിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല നെഗറ്റീവായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയാതെ വയ്യ. വളരെ മോശമായിട്ടുള്ള ഗെയിം, വളരെ മോശമായിട്ടുള്ള ചീപ്പായിട്ടുള്ള ഗെയിമാണ് മസ്താനി കളിക്കുന്നത്. മസ്താനി മാത്രമല്ല, മറ്റേ ആ ജിഷിനെ കുറിച്ചിട്ടൊക്കെ പറയാനുണ്ട്, ഞാൻ പറയാം. ഈ മസ്താനിയുടെ ഞാൻ തുടക്കം തന്നെ നോട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഇവർ ശരിക്കും അതിൻ്റെ അകത്തേക്ക് മര്യാദയ്ക്ക് ഗെയിം കളിക്കാനാണോ പോയത്, അതോ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണോ അവർ പോയിരിക്കുന്നത്? അവരാദ്യം മറ്റേ ആര്യൻ്റെയും ഗിസൈലിൻ്റെയും കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ടു. സത്യമല്ലേ? മറ്റേ ലൈവ് കണ്ടിട്ട് അല്ലെങ്കിൽ കുറേ ആളുകളുടെയൊക്കെ ട്രോളും പരിപാടിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോയിട്ട് ഓരോ അസംഷൻസിൻ്റെ പുറത്താണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷനൊക്കെ അവർ അതിൻ്റെ അകത്ത് പോയി വെക്കുന്നത്. എന്താണ് കംപ്ലീറ്റ് പോകുന്നത്, എന്താണ് ബ്ലാങ്കറ്റ് എന്നൊക്കെ വിളിച്ചു നോക്കി അത് അവർ ആ രീതിയിലേക്ക് ആക്കി. അതിനുശേഷം അത് അങ്ങട് കുറച്ചും കൂടി ചീപ്പാക്കി വിട്ടു. അവസാനം ഈ അനുമോളും ഈ മസ്താനിയൊക്കെ കൂടിയിട്ട് ആ എപ്പിസോഡ് മൊത്തം ആ ഒരു വൃത്തികെട്ട കോണ്ടന്റ് വെച്ചിട്ട്, ചീപ്പായിട്ടുള്ള ഒരു കോണ്ടന്റ് വെച്ചിട്ട് ഓടിച്ചു വിട്ടു. അപ്പൊ തന്നെ പോയി, മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ മസ്താനിനൊക്കെ എന്ത് വൈൽക്കാടാണെന്നുള്ള രീതിയിലാണ് ഞാൻ ജഡ്ജ് ചെയ്തത്. അതിനുശേഷം ഉണ്ട് ഇപ്പത്താ മറ്റേ അനീഷിന്റെ കേസിൽ. ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനീഷിനെ പൊളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ലാതെ അങ്ങോട്ട് പൊളിക്കാൻ ചെന്നവൻ്റെ നഖം കീറുന്നല്ലാണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വേറെ വിത്താ അനീഷ് എന്നൊക്കെ പറയുന്നത്. അനീഷ് എന്തിനും തയ്യാറായിട്ട് വന്നിരിക്കുന്ന, അതുകൊണ്ട് രോമത്ത് പോലും തൊടാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആളുടെ അടുത്തൊക്കെ ചൊറിയാൻ വേണ്ടി പോയി കഴിഞ്ഞാലേ അയാൾ പിടിച്ച് കാടിച്ച് മാന്തി അങ്ങ് വിടും. പിന്നെ ഒരു ചെറിയ കഷ്ണം പോലും കിട്ടൂല. പിന്നെ ഈ മസ്താനി അല്ലെങ്കിൽ ജിഷിനൊന്നും വിചാരിച്ച നടക്കണ കാര്യമൊന്നുമല്ല അനീഷിനെ മുക്കിലേക്ക് പിടിച്ചിരുത്തുക എന്നുള്ളത്. അത് ക്ഷീണാവും, രണ്ടുപേർക്കും ക്ഷീണാവും. ഈ അനീഷിന്റെ പേഴ്സണൽ ലൈഫ് ഈസ് സംതിങ് ഡിഫറെന്റ്. അത് ഈ പറയുന്ന ജിഷിനും അറിയില്ല, മസ്താനിക്കും അറിയില്ല, ഒരു തെണ്ടിക്കും അറിയില്ല. അപ്പൊ അതിൽ കുണയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ. പിന്നെ അത് അവരുടെ കാര്യമാണ്. അത് അവർക്കും അവരുടെ വൈഫിനും അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരുടെ പുറത്ത് നടക്കുന്ന അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം. അത് അവിടെ തന്നെ ഇരിക്കേണ്ടതാ. അല്ലാണ്ട് ഈ ഒരു ഷോവിന്റെ ഭാഗമായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി വന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇട്ടിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറും വൃത്തികെട്ട നമ്പറാണെന്നേ, വൃത്തികെട്ട ചീപ്പ് നമ്പറാണ്. എനിക്ക് കണ്ടിട്ട് വളരെ ഇറിറ്റേഷൻ തോന്നി. മസ്താനിയാണോ മറ്റേ ചങ്ങാതിയാണോ പറഞ്ഞത് വീട്ടിൽ ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ആള് പോയതെന്നോ അങ്ങനെ എന്തോ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നില്ല. അത് മസ്താനിയാണോ പറഞ്ഞത്, ജിഷിനാണോ പറഞ്ഞത്? അത് ഏത് കഴങ്ങനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും ചെറ്റ വർത്താനായി പോയി. അത് ചെറ്റ വർത്താനായി പോയി. പിന്നെ മസ്താനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, വെളിത്ത കാര്യം പറയില്ല, പേടിക്കേണ്ട, വെളിത്ത കാര്യം പറയില്ല എന്നാ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒലത്ത്. അനീഷിന്റെ ധൈര്യം സംഭവിക്കണം. അനീഷ് എന്താ പറഞ്ഞത്? നീ വെളിത്ത കാര്യം പറഞ്ഞോ, ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്നാണ് പറഞ്ഞത്. അയാൾ ട്രാൻസ്പെറന്റ് ആണ്, അയാൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാണ്. അത് അനീഷ്. അപ്പൊ മസ്താനിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ നാറിപ്പോയി. പറഞ്ഞോളാം പറഞ്ഞ് എന്ത് പറഞ്ഞ് പറയില്ലാട്ടോ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. അവിടെ അനീഷല്ല ചെറുതായത്, മസ്താനിയാണ് ചെറുതായി പോയത്, ഇല്ലാണ്ടായി പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയാണ്. മസ്താനിയുടെ ക്വാളിറ്റിയായ ആൾക്കാർ അളക്കുന്ന ലെവലിലുള്ള പരിപാടിയാണ് മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
ജിഷിൻ എന്താ പറഞ്ഞത്? അയ്യേ അത് അടുത്ത ഒരുത്തൻ ജിഷിൻ പറഞ്ഞത് മറ്റേ എന്താണ്, വെറുതെ അല്ല അനീഷിനെ വാരി ഇട്ടിട്ട് പോയെന്നുള്ള രീതിയിൽ. എന്ത് 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 വൃത്തികെട്ട ജഡ്ജ്മെന്റ് ആണ് ഇത്? എനിക്ക് ഒന്നാമത് ഇത്തരത്തിലുള്ള പൊട്ടന്മാരെ, ഇത്തരത്തിലുള്ള കിഴങ്ങന്മാരെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഈ കണ്ടവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുക, കണ്ടവരുടെ ജീവിതത്തിൽ അറിയാത്ത കാര്യത്തിൽ ഓരോന്ന് അസ്യൂം ചെയ്ത് പറയുക, ജഡ്ജ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട്, അവനവന്റെ പേഴ്സണൽ ഗെയിമിന് വേണ്ടിയിട്ട് ഒരാളെ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന കിഴങ്ങന്മാരെ എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ പോയി അത്തരത്തിലുള്ള തണ്ടികളെ അടുപ്പിക്കാറില്ല. എന്റെ സമ്മതമില്ലാണ്ട് എന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്. അപ്പോൾ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അനീഷിനെ അടിക്കാൻ ഈ ജിഷിനും മസ്താനിയും കൊണ്ടുവന്നിട്ടത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. ഊളത്തരം. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനെ അതൊന്നും പറഞ്ഞിട്ട് ഇവർ തളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർ നാറ് എന്നല്ലാണ്ട് യാതൊരു കാര്യമൊന്നുമില്ല. അനീഷ് പൊങ്ങി കയറി വരും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ഈ അനീഷ് എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റന്റാണ്. അത് യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റന്റാണ്. സംഗതി ശരിയാ. ഇടയ്ക്ക് മൂപ്പര് വെറുപ്പിക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പുള്ളി പോകുന്ന റൂട്ട് കറക്റ്റ് പോസിറ്റീവായിട്ടുള്ള റൂട്ടാണ്. വലിയ ഹൈപ്പിലല്ല പുള്ളി പോകുന്നത്. പക്ഷെ എന്നാലും പുള്ളി ഇപ്പൊ പോകുന്ന റൂട്ട് ആക്ച്വലി ക്വാളിറ്റി ആയിട്ടുള്ളൊരു റൂട്ടാണ്. അനാവശ്യമായ വള്ളിയും പിടിക്കുന്നില്ല. അനീഷിനെ ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടമാണ്. അനീഷിനെ കിട്ടേണ്ട വോട്ടും കിട്ടും. അനീഷ് അവിടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെയാണ്. അവിടെ കയറിയിട്ടാണ് ഈ പറഞ്ഞ മസ്താനിയും ജിഷിനും ഒക്കെ കയറിയിട്ട് ഇയാളുടെ അടുത്ത് മറ്റേ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ എന്താ പറയുക, ആ വൈൽഡ് കാർഡായിട്ട് കയറിയ എന്താ ലക്ഷ്മിയാ, അവര് അതിനെക്കാട്ടിലും പരം അവര് എന്താണ് ജിഷിനെ തിരുത്താൻ വേണ്ടി പോയതാണ്. അനീഷിന്റെ കേസിലെ മറ്റേ വെറുതെ വാരിട്ടിട്ട് പോയെന്നൊക്കെ രീതിയിൽ സംഭവം പറഞ്ഞപ്പോൾ ലക്ഷ്മി തിരുത്താൻ വേണ്ടി പോകണം. നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ലക്ഷ്മിയും ഇവരൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അവരും ചെയ്തത് അതേ പരിപാടി തന്നെ, ഒക്കെ കണക്ക് തന്നെയാണ്. വൈൽഡ് കാർഡും വലിയ സ്ട്രോങ് ആയിട്ടൊന്നും എനിക്ക് തോന്നണമൊന്നുമില്ല. നല്ല ശോകം വൈൽഡ് കാർഡ്, അലമ്പ്, അല്ലാണ്ട് വേറെന്ത് പറയാനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസ്താനിനെ ഞാൻ മനസ്സിലാക്കണതേ, മസ്താനി ചെയ്യുന്നത് വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മണ്ടത്തരത്തിന്റെ പ്രോമാക്സ് ലെവലിലുള്ള പരിപാടിയാണ് മസ്താനി കാണിക്കുന്നത്. ഇപ്പോൾ വെളിയിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ, കണ്ടിട്ട് ലൈവ് എപ്പിസോഡ് ട്രോള് ആളുകളുടെ ഒക്കെ ഒരു പൾസൊക്കെ കണ്ടിട്ടാണ് അതിൻ്റെ അകത്ത് പോയിരിക്കുന്നത്. അത് തന്നെ വിഡിത്തം. എന്താണ്, ആര്യനോട് ആളുകൾക്ക് വിരോധം ഉണ്ടെന്നുള്ളത് അറിയാം. ആര്യൻ ഗിസയിൽ ഒരുമിച്ചിരിക്കുന്ന പരിപാടിയോട് ആളുകൾ മറ്റേ ട്രോളുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളും പരിപാടിയൊക്കെ ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിരോധവും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മസ്താനി എന്ത് കാട്ടി, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയിട്ട് ഈ പൾസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മൊത്തം അതിൻ്റെ അകത്ത് പോയിട്ട് അങ്ങോട്ട് കാണിച്ചു. പക്ഷെ മസ്താനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്താനി തന്നെയാണ് അവിടെ ചീപ്പ് ആവുന്നത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയുള്ള ആൾക്കാർ ഒരിക്കലും അതിൻ്റെ അകത്ത് കയറിയിട്ട് വെളിയിലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് ഒരു കേട്ട പരിപാടി കാണിക്കില്ല. ബുദ്ധിയുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുള്ള സാഹചര്യം മനസ്സിലാക്കി അതിൻ്റെ അകത്തുള്ള മുമ്പോട്ടുള്ള പോക്കിനനുസരിച്ചിട്ട് വളരെ ഓർഗാനിക്കായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. ഇതെന്ന് പറയുന്നത് അത്ര കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. ഇതിപ്പോൾ പൾസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഇവർ തന്നെ തരം താഴുന്ന അവസ്ഥയാണ് കാണുന്നത്. ജിഷിനും ഒക്കെ അതേ അവസ്ഥയാണ്. ജിഷിനൊക്കെ എൻ്റെ പൊന്നോ, അയാൾ ഒരു സദാചാര ടീമാണെന്നാണ് എനിക്ക് തോന്നലല്ല, അങ്ങനെയാണ്. പിന്നെ ഈ വന്നവരൊക്കെ ഈ അനുമോളിന്റെ ഫാൻസൊക്കെ ഇവിടെ നോക്കി വെച്ചോ, എന്താണ് ഈ പറഞ്ഞ ജിഷിൻ മസ്താനിയൊക്കെ അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ്ങുള്ള ലെവലിലൊക്കെയാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിന് ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അനുമോൾക്ക് തീരെയും ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല, അനുമോൾക്ക് നല്ല രീതിയിൽ അത് ദോഷം ചെയ്യും. ഭയങ്കരമായിട്ട് അനുമോൾക്ക് ക്രിറ്റിസിസം കിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇഫ് അനുമോള് എങ്ങനെയാണോ അവിടെ ആദ്യകാലത്തിൽ കയറിയപ്പോൾ നിന്നത് അതുപോലെ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഇഷ്ടമെങ്കിലും ആളുകളുടെ ഇടയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഇപ്പൊ കയറിയിരിക്കുന്ന വൈൽഡ് കാർഡ് അനുമോളനെ സപ്പോർട്ട് ചെയ്യുന്നു, കൂടെ ആളുകൾ നിൽക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് അഹങ്കാരവും അല്ലെങ്കിൽ കുറച്ച് ജാടയൊക്കെ കാണിച്ച് കോൺഫിഡൻസ് കാണിക്കാം. പക്ഷെ ഓവർ കോൺഫിഡൻസ് അതിൻ്റെ അകത്ത് കാണിക്കാനും ആറ്റിറ്റ്യൂഡിലും ബോഡി ലാംഗ്വേജിലൊക്കെ ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറഗൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവരുടെ ഒന്നും മാനിപ്പുലേഷനുള്ളൂ, മസ്താനിയുടെയും അതേപോലെ ഇവരുടെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മാനിപ്പുലേഷനിലൊന്നും വീഴാതെ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല അനുമോൾക്ക്. അത് ഉപയോഗിച്ചിട്ട് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആരുടെയും വാക്ക് കേൾക്കാതെ അവനവൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാട് ഈ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അതിൻ്റെ അകത്ത് ഈ ഫാൻസിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും.
നേരെ മറിച്ച് ഇവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവർ പറയുന്നതും കേട്ട് മാനിപ്പുലേറ്റ് ആയി കണ്ട ആൾക്കാർക്കൊക്കെ എതിരെ തിരിയാനും വെറുപ്പിക്കാനും ഒക്കെ അനുമോൾ നിന്ന് കഴിഞ്ഞാൽ അനുമോളുടെ കാര്യം കട്ട പോകാം. ഖല്ലാസ് ഖല്ലാസ് ഖല്ലാസ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ തന്നെ അതപ്പതിച്ചു. ആര്യൻ ഗിസേലിൻ്റെ കേസിൽ അനുമോൾ എടുത്ത പരിപാടിയിൽ അത്തപ്പതിച്ചാണ്. ഭയങ്കര നെഗറ്റീവ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിലുള്ള ആൾക്കാർ പലരും പോലും ആ വിഷയത്തിൽ അനുമോളെ ക്രിട്ടിസൈസ് ചെയ്തു. ശരിക്കും എടുത്ത് ചാടിയിട്ട് ആ പണി കാണിക്കരുതായിരുന്നു. കണ്ടവരുടെ വാക്ക് കേട്ടിട്ട് മസ്താനിയും കൂടി വന്നിട്ട് സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അനുമോൾക്ക് ഓവർ കോൺഫിഡൻ്റ് ആയി. എന്നാൽ ബുദ്ധി ഉപയോഗിക്കണ്ടേ? അതിലൊക്കെ കേട്ടിട്ട് ഇവിടെ കയറി ചാടിത്തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ വൃത്തികേടാവും എന്നുള്ളത് സാമാന്യ കോമൺ സെൻസ് അല്ലേ അത്? പോയിട്ട് ആരും ഗിസൈലിൻ്റെ വിഷയത്തിൽ കയറി കാണാൻ പാടാത്തത് കണ്ടു, കേൾക്കാൻ പാടാത്തത് കേട്ടു, ഉമ്മ വെച്ചു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വരെ അനുമോൾ ആക്ച്വലി പോകണം. അവിടെ തൊട്ടേ അതപ്പതിച്ചു. അവിടെ തൊട്ടേ അനുമോൾക്കുള്ള വലിയ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പോയി ഇരിപ്പ് തുടങ്ങി. ഇനി ഇങ്ങനെ തുടർന്ന് ഇവരുടെയൊക്കെ വാക്കും കേട്ട് കൂടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞുണ്ടല്ലോ ചതിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാ ശൈത്യനെയൊക്കെ അറിയില്ല. ശൈത്യമൊക്കെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മെല്ലെ. അതിലെയും നൂറയൊക്കെ ഇനി മെല്ലെ തിരിയും, അനുമോൾക്കെതിരെ തിരിയും. അനുമോൾ എനിക്ക് അറിയില്ല അനുമോൾക്ക് എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത്. അനുമോൾ ഒന്നും മാറ്റണ്ട. അനുമോൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ വന്നു കയറിയ ആൾക്കാരുടെ വാക്ക് അധികം എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അനുമോൾ ചെയ്യേണ്ട കാര്യം. അത് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അതിലെ നൂറയൊക്കെ തിരിയും, അനുമോൾക്കെതിരെ തിരിയും. അനുമോളുടെ ആറ്റിറ്റ്യൂഡിനെ ജഡ്ജ് ചെയ്യും, മാറ്റങ്ങൾ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. അത് ഭയങ്കരമായിട്ട് അനുമോൾക്ക് ബാധിക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. ശൈത്യയുടെ കേസ് ഞാൻ പറയാം. ശൈത്യ ഇപ്പോഴൊന്നുമല്ല അനുമോളെ കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത്. ശൈത്യ എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അനുമോളെ ഇട്ടിട്ട് കുത്തിയിട്ടുണ്ട്. അതായത് അനുമോളും ശൈത്യയും നല്ല ടേംസിൽ വളരെ പോസിറ്റീവായിട്ട് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അനുമോൾക്ക് ഇട്ടിട്ട് ശൈത്യ കുത്തിയിട്ടുണ്ട്. ശരത്ത് ഈ അനുമോള് മന്ത്രവാദം കൂടോത്രം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ആ സമയത്തൊക്കെ ശൈത്യ അനുമോളുടെ നല്ല ഫ്രണ്ടല്ലേ. പക്ഷെ ആ സമയത്ത് പോലും ശൈത്യയ്ക്കും അങ്ങനെ തോന്നി എന്നൊക്കെയുള്ള രീതിയിൽ അനുമോളെ കുറ്റം പറയുന്ന രീതിയിലാണ് ശൈത്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷീ ഈസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. അനുമോളുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് ശൈത്യനെ തോന്നുന്നില്ല. എനിവേസ് അത് ശൈത്യയുടെ ഗെയിമായിരിക്കും. ശൈത്യയും ഗെയിം കളിച്ച് മുമ്പോട്ട് വരട്ടെ. ബാക്കി നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് ആളുകൾ തീരുമാനിക്കട്ടെ, വോട്ടോ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളത്. അത് വേറെ വിഷയം. ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞത് മാത്രം. എന്തായാലും അനുമോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇനി ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവും. യാതൊരു സംശയമില്ല, കയ്യിൽ നിന്ന് പോവും. ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെ നെഗടിക്കാൻ തുടങ്ങും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നല്ല കൂട്ടാ. ജിഷിൻ, മസ്താനി കൃത്യമായിട്ട് പോയിന്റ്സ് ഇല്ല പറയാൻ. ബുദ്ധിമര്യാദയ്ക്ക് ഉപയോഗിച്ച്, കോമൺ സെൻസ് ഉപയോഗിച്ച്, ലോജിക്ക് ഉപയോഗിച്ച്, ക്വാളിറ്റിയോട് കൂടിയിട്ട് കളിക്കുന്ന ആളുകളായിട്ടൊന്നും എനിക്ക് ഈ ജിഷിനെയും മസ്താനിനെയും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റെന എന്തോ ഒരു അലിഗേഷനൊക്കെ പറയുന്നത് കേട്ടോ, എന്തോ ഫിംഗർ കാട്ടിയെന്നോ എല്ലാം ഉണ്ട്. ഇതൊക്കെയൊക്കെയോ നടക്കണു. നല്ല കീടില്ല വയൽക്കാട്. എന്തായാലും ഉള്ളാരും തുറന്നു പറയാലോ. ഈ റിയാസ് സലീമിനൊക്കെ ഞാൻ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരിക്കലും ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അയാളെ മോശം പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാലേ നല്ല കഴിവുള്ള ചെക്കനാണ്, നല്ല കിടു വൈൽഡ് കാർഡ്. അതിന് പകരം വയ്ക്കാൻ ഒരു വൈൽഡ് കാർഡ് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത്. അതൊക്കെയാണ് മോനെ കണ്ടസ്റ്റൻ്റ്, അതൊക്കെയാണ് വൈൽഡ് കാർഡ്. ഇതെന്തൊക്കെയാണ് കാണിക്കണത് ഇപ്പോൾ വന്നിരിക്കണവന്മാരൊക്കെ? വേസ്റ്റ്. എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് എടുക്കണം എന്നാണ്. കാരണം വളരെ ആത്മാർത്ഥതയുള്ളൊരു കണ്ടസ്റ്റന്റ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീഷിനെ. കാരണം എന്താ പറയുക, ഒറ്റയ്ക്കാണ് അന്ന് ഇന്നും നിൽക്കുന്നത്. ഒറ്റയ്ക്കാണ്, ആരെയും ഭയക്കണില്ല, പേടിക്കണില്ല, ആരും ഡിപ്പെൻഡ് ചെയ്യണില്ല. ആർക്കും എന്താ പറയുക, അയാളെ വീഴ്ത്താനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ കരയിക്കാനോ ഇല്ലാതാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മജാതി സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അയാൾ കപ്പടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റ് എല്ലാത്തിനേക്കാട്ടിലും എത്രയോ ഭേദമാണ് പുള്ളി. പിന്നെ ഷാനവാസ്, അക്ബർ ഇപ്പം അത്യാവശ്യം പോസിറ്റീവായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അതങ്ങനെ വരട്ടെ അക്ബർ. അതുപോലെ ഷാനവാസ്
ഷാനവാസും അക്ബറും തമ്മിൽ ഇപ്പോൾ നല്ല ആ ഒരു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കെമിസ്ട്രി ലാസ്റ്റ് അവർ തമ്മിൽ സംസാരിക്കുന്ന ബോയ്സ് ആർ റിയൽ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ബോയ്സ് ആർ സിമ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഗുഡ്, അങ്ങനെ തുടരട്ടെ. ഈ വൈൽഡ് കാർഡ് എൻട്രി ഒരു ഗ്യാങ്, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സീനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കിടുവായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നൈസായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരട്ടെ അല്ലേ? അപ്പം ശരി.